ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇസ് മീ ഹന്ന. എല്ലാവർക്കും ടിങ്കിൾ സ്റ്റാർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ടിഷ്യൂ വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പം നമുക്ക് ആദ്യം ടിഷ്യൂ വേണം. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ടിഷ്യൂ ഉണ്ട്. നമ്മൾ കുറച്ച് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് നേരെയാക്കി വെക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഒന്ന് ഇതിനകത്ത് റൗണ്ട് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് ചെയ്യാം. അപ്പോൾ എനിക്കൊരു റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇനി അപ്പം ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഒന്ന് കളർ അടിച്ചെടുക്കണം. ഈ സ്കെച്ചാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കളറായിട്ട് റെഡും പിങ്കും ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പിങ്ക് ഇച്ചിരി അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ഇങ്ങനെ അടിക്കാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 കളറാണ് ചെയ്തത്. ആദ്യം ഞാൻ റെഡ് കൊടുത്തിട്ട് റെഡ് ശരിയാനപ്പം ഞാൻ ഈ ഓറഞ്ച് കളർ കൊടുത്തു. ഇതും കൂടെ ഇതിൻ്റെ ഇച്ചിരി കൂടെ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി, അല്ല കീറിപ്പോവും. ഞാനിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇത്രയും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷ് വേണം. ബ്രഷ് ഇച്ചിരി വെള്ളവും വേണം, വാട്ടർ വേണം. ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഈ സൈഡിലുള്ള ഇതിനകത്ത് മാത്രം ടിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലേ ഈ ടിഷ്യൂ നൈസായതുകൊണ്ട് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് വാട്ടർമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ പൂവാക്കാനായിട്ട് ഒട്ടുന്നൊരു മിക്സ് വേണം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, സ്റ്റീൽ ഗ്ലാസ്. ഇനി ഇച്ചിരി വെള്ളവും വേണം. ഞാനിച്ചിരി വെള്ളം ഒഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഇച്ചിരി പശയും കൂടെ വേണം. അതൊരിച്ചിരി ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രേ വശമുള്ളൂ. പറ്റുന്നവരെ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചോ. ഇത് ചെയ്തെടുക്കുന്ന പൂവ് ഒട്ടാനായിട്ടാണ്. അല്ലെ വാട്ടർ മാത്രം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ നേരത്ത് ആ ഫെതലൊക്കെ ഇളകി വരും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇപ്പം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പം ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് വേണം. ഞാൻ ഇപ്പോൾ ഇതാണ് എടുക്കുന്നത്. സ്റ്റീൽ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനത്തെ ഇരുമ്പ് ഇത് കാണരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി നമുക്ക് ഓരോ ഫെതലും ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ മറ്റേ മിക്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നീക്കി വെച്ച് അടുത്ത് ചെയ്യണം. ഇത് ഓരോ ലീഫും വെക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇച്ചിരി ഇത് ഇങ്ങനെ വിട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ആയി കഴിയാൻ നേരത്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു ലെയറായി. എന്നിട്ട് നേരത്തെ ചെയ്ത ഒരു
ഇതേപോലെ ഈ ലീഫെല്ലാം നമ്മളൊന്ന് ചെയ്തെടുക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൈ വെച്ച് തന്നെ തിരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ഗ്ലാസ്. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വിട്ട് പോവും. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ഇതാക്കി കാണിച്ചു തരാം. ഇതിനി ഉണക്കാൻ വെക്കണം. അപ്പം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിക്കാം. നമുക്കൊന്ന് വിട്ടെടുക്കാം. അപ്പം ഞാനിത് പയ്യെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് പൂവിനെ പോലത്തെ ഷേപ്പ് ആക്കണം. അപ്പം ഞാനിത് ഒരു ഇതിലാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാനൊരു വേറൊരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ. അപ്പം ഞാൻ വേറൊരെണ്ണം ചെയ്തത് ഇതാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റിൽ പറയണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ പറയണം. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.